ചിത്തിര നക്ഷത്രക്കാർ കുറച്ച് നല്ല സ്ട്രോങ് പേഴ്സണാലിറ്റി ഉള്ളവരാണ്. ആത്മവിശ്വാസം കൂടുതലുള്ളവരാണ്. സ്വന്തം കഴിവിൽ നല്ല വിശ്വാസമുള്ളവരാണ്. നല്ല പെർഫെക്ഷൻ നോക്കുന്നവരാണ്. അതുകൊണ്ട് റിസൾട്ട് ഡിപ്രഷനായിരിക്കും. ഓവറായിട്ട് പെർഫെക്റ്റ് ആവരുത്. ചെറിയ തെറ്റ് പോലും നിങ്ങൾ എന്തായാലും സഹിക്കില്ല. നല്ല അട്രാക്റ്റീവ് ആൻഡ് സ്റ്റൈലിഷ് ആയിരിക്കും പൊതുവെ. നിങ്ങളുടെ അപ്പിയറൻസ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒക്കെ മറ്റുള്ളവർ നന്നായിട്ട് ശ്രദ്ധിക്കും. ആളുകൾ നിങ്ങളെ ഈസിലി നോട്ടീസ് ചെയ്യപ്പെടും. ആ രീതിയിലാണ് നിങ്ങൾ ഒരുങ്ങുക. നല്ല അംബീറ്റിയസ് മൈൻഡ് സെറ്റ് ആയിരിക്കും. വലിയ ലക്ഷ്യങ്ങളുള്ളവരാണ്. ഓർഡിനറി ലൈഫൊന്നും നിങ്ങൾക്ക് ഇഷ്ടമേ അല്ല. സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നവരാണ്. സ്വന്തം തീരുമാനം എപ്പോഴും ഉണ്ടാവും. മറ്റുള്ളവരോട് കൺട്രോള് ഇഷ്ടമല്ലാത്ത ഒരു ടൈപ്പാണ്. ഉള്ളിൽ നല്ല ദേഷ്യം ഉണ്ടാവും. പുറത്ത് കാമായിരിക്കും, പക്ഷെ ഉള്ളിൽ ഫ്രസ്ട്രേഷൻ അടക്കി വെക്കും. ഫൈനാൻസ് ഉണ്ടാവും. മണി ഏൺ ചെയ്യാനുള്ള സ്ട്രോങ് മോട്ടിവേഷൻ എന്തായാലും ഉണ്ട്. റിസ്ക് എടുക്കാൻ തുടക്കത്തിൽ കുറച്ച് കുറവുണ്ടാവും, പക്ഷെ എന്നാലും റിസ്ക് എടുക്കുകയൊക്കെ ചെയ്യും. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നല്ല വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു. എഫേർട്ട് ഉണ്ടായിട്ടും വിചാരിച്ച റിസൾട്ട് കിട്ടാത്ത ഫീലിംഗ് ഉണ്ടായിരുന്നു. ജോബ് ചേഞ്ച് എന്തായാലും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വളരണം എന്നുള്ള ഒരു വിചാരമൊക്കെ എന്തായാലും ചിന്ത വന്നിട്ടുണ്ടാവും. ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലെങ്കിൽ എക്സ്പെൻസ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവാം. ചില ദിവസങ്ങളിൽ ഫൈനാൻഷ്യലി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പിൽ ഈഗോ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, പാർട്ട്ണറിൻ്റെ അറ്റൻഷൻ ഇഷ്യൂ ഒക്കെ എന്തായാലും ഉണ്ടാവും. ഇമോഷണലി നല്ല ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടാവും. മാനസികം നോക്കുകയാണെങ്കിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ടാവും. കുറച്ച് ക്ഷമയും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ലൈഫിൽ പെട്ടെന്നൊരു മൂവ് വേണം എന്നൊരു ഫീലിങ്സ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. മാർച്ച് മാസത്തിൽ ഫസ്റ്റ് ഹാഫിൽ എന്തായാലും കുറച്ച് കോമ്പറ്റീഷൻ എന്തായാലും കരിയറിലും ജോബിലും ഒക്കെ കാണുന്നുണ്ട്. വർക്ക് പ്ലേസിൽ ചലഞ്ചസ് എന്തായാലും ഉണ്ടാവും. നിങ്ങളുടെ കഴിവ് എന്തായാലും പ്രൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. സെക്കൻഡ് ഹാഫിൽ നല്ല സ്ട്രോങ് ഓപ്പർച്യൂണിറ്റി എന്തായാലും നിങ്ങൾക്കുണ്ടാവും. ഇൻ്റർവ്യൂ, പുതിയ പ്രൊജക്റ്റുകൾ, ഇതെല്ലാം സെക്കൻഡ് ഹാഫിലുണ്ടാവും. ജോബ് ചേഞ്ച് ശ്രമിക്കുന്നവർക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ്. എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നത് മാർച്ച് 19 ശേഷം മാത്രം മതി. ബിസിനസ് ചെയ്യുന്നവരെങ്കിൽ മാസം അവസാനം ഒരു ഡീലിംഗ് എന്തായാലും ഉണ്ടാവും. ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ആദ്യം അവോയ്ഡ് ചെയ്യുക. ഇപ്പം എന്തായാലും വേണ്ട, ഒക്കെ മാർച്ച് അവസാനം മതി. മാർച്ച് അവസാനം നിങ്ങൾക്കൊരു ലാഭത്തിൻ്റെ ഒരു സൈനൊക്കെ കാണും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ മാർച്ച് ആദ്യത്തെ 2 ആഴ്ച കുറച്ച് നല്ല കൺട്രോളിങ് വേണം. കാരണം ആവശ്യമില്ലാത്ത എക്സ്പെൻസ് നന്നായിട്ട് തന്നെ വരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാർച്ച് 20 ശേഷം എന്തായാലും കയ്യിൽ കുറച്ച് പൈസ കാണും. കടം കൊടുത്താൽ കിട്ടാൻ സാധ്യത കൂടുതലാണ്. സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു മാസമാണ്. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് മാർച്ച് 25 ശേഷമാണ്. റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ എന്തായാലും നല്ലൊരു ഈഗോ ക്ലാഷ് ഉണ്ടാവും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും നന്നായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ സിറ്റുവേഷൻ കുറച്ച് കാമായിരിക്കും, പക്ഷെ എന്നാലും അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റായിട്ടുണ്ടാവില്ല. അട്രാക്ഷൻ എന്തായാലും നല്ല ഇൻക്രീസ് ആയിട്ടുണ്ടാവും. സിംഗിളായവർക്ക് സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ടാവും. പുതിയൊരു പ്രണയത്തിൻ്റെ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. മാസം അവസാനമാകുമ്പോൾ എന്തായാലും ഫാമിലിയുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. വീട്ടിൽ ഇരിക്കണവർക്കാണെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സാഹചര്യം എന്തായാലും വരും. ആരോഗ്യം നോക്കുകയാണെങ്കിൽ BP, സ്ട്രെസ്സ്, തലവേദന, ഹാർട്ട്, ചൂടുപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് എക്സസൈസ് ആവശ്യമാണ്.